സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യത്തിന്റെ ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം സംഘികളുടെ മടയിൽ കയറിക്കൊണ്ട് സംഘികളുടെ തട്ടകത്തിൽ കയറിക്കൊണ്ട് അവരുടെയൊക്കെ അന്നനാളത്തിൽ നിറയൊഴിച്ച് അന്നനാളത്തിൽ ഒരു തീപ്പന്തം കോരിയിട്ട അല്ലെ തീ കോരിയിട്ട ഒരു പെൺകുട്ടിയെ നമുക്കറിയാം, പുലിക്കുട്ടിയെ നമുക്കറിയാം, നീനു എന്ന് പറയുന്ന ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തതിന് പിന്നാലെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ഈ പറയുന്ന സംഘപരിവാർ അല്ലെങ്കിൽ BJP-യിലുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് ഇവനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ അറിയുകയുണ്ടായി. അപ്പോൾ എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് മിക്ക ആളുകളും. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിർത്തുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ തോന്നിവാസം ആര് കാണിച്ചാലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മുടെ ഇന്ത്യ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനം. അവിടെ നമുക്ക് എന്തും പറയാനായിട്ട് സാധിക്കും. പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, ഉള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പറയുന്നതിനാണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ഈ ചിന്താഗതി ഒന്ന് മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും കേട്ടോ. അതിന് ഒരു അർത്ഥങ്ങളും നിങ്ങൾ വിചാരിക്കേണ്ട, അല്ല വേറെ രീതിയിൽ നിങ്ങൾ വിചാരിക്കേണ്ട. ഇനി അത് BJP ചെയ്താലും കമ്മ്യൂണിസ്റ്റ് ചെയ്താലും കോൺഗ്രസ് ചെയ്താലും നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മുടെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഊലാമ്പി കാണിച്ച് പേടിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ബാക്കി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അന്ന് സംഘികളെ വലിച്ചു കീറി പഞ്ഞിക്കിട്ട ആ ഒരു പെൺകുട്ടി, സംഘികളെന്ന് പറയുമ്പോൾ അതിൽ വിഷമം തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ RSS എന്നോ BJP എന്നോ ഒക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ വിഷമം തോന്നുന്ന ആളുകൾ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങ് UP-യിലും ബീഹാറിലും ഒക്കെ നരേന്ദ്രമോദി ചെയ്യുന്ന വികസനങ്ങളാണ് ഞങ്ങളുടെ ഈ നാടായിട്ടുള്ള കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ടതാവും, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാവും, ചികിത്സ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ടതാവും. അങ്ങനെ മറ്റ് ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലും ബീഹാറിലും പോർബന്തറിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള വികസനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം അങ്ങനെ ഈ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്നു, സ്കൂളുകൾ മെച്ചപ്പെട്ടതാക്കുന്നു, പിന്നെ മെട്രോ കൊണ്ടുവരുന്നു. ഇതിനെല്ലാം മുൻകൈ എടുത്ത് നിന്നത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ്, അല്ലെങ്കിൽ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച നരേന്ദ്രമോദിജിയാണ്. നരേന്ദ്രമോദിജി അവരുടെ മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിലോ അവരുടെ മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ചെയ്തിരിക്കുന്ന പോലത്തെ വികസനങ്ങൾ ഇവിടെയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കതിനൊരു ഒരു സഹായം നൽകാം, ഒരു കരം നൽകാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ചേർത്ത് നിർത്താം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ വലിച്ചു കീറിക്കൊണ്ട് ഈ പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞത് എന്താണ് അതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നീനു എന്ന് പറയുന്ന ആ പുലിക്കുട്ടി സംസാരിക്കുകയാണ് വീണ്ടും. അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങളത് കാണിച്ചാൽ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. MGR பாத்திருக்கு, சிவாஜியை பாத்திருக்கு, ரஜினியை பாத்திருக்கு, கமலை பாத்திருக்கு. உன்ன மாதிரி ஒரு நடிகையை பார்த்ததே இல்லையே. മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും ഗതാഗതവും ഒറ്റയ്ക്കങ്ങ് ഏറ്റെടുത്തോണ്ട് പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരാണെന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞല്ലേ. അപ്പോ നമുക്ക് അവരുടെ വിദ്യാഭ്യാസ സംവിധാനം ഒന്ന് കണ്ടിട്ട് വരാം. स्कूल अच्छा बनाइए, वहाँ जैसे बिहार में होता है ना, ऐसे नहीं होना चाहिए. ഒരു എരുമേനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് അങ്കനവാടിയാണ്, അടുക്കളയായിരിക്കും തോന്നുന്നു. ആളുകൾ മൂത്രമൊഴിക്കാൻ മറ്റൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്കനവാടിയാണ് ഈ നാട്ടിൽ. അങ്കനവാടി ടീച്ചർ. ചെറിയ മക്കൾ, ആ കുഞ്ഞുങ്ങൾക്ക് ഭാഷ എഴുതാന് അങ്ങനെ മറ്റു പലതും അവർ പഠിച്ചു തുടങ്ങുന്ന സ്ഥലമല്ലേ അങ്കനവാടി. കണ്ടില്ലേ, നീനു ഇത് സംസാരിക്കുമ്പോൾ അതിൻ്റെ തെളിവുകൾ എടുത്തുകൊണ്ട് തന്നെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതായത് 24 ഒക്ടോബർ 2025 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി വീഡിയോ ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെയാണ് ആ പെൺകുട്ടി ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് പെൺകുട്ടിയെ നമുക്ക് വെറുതെ വിളിക്കാൻ പറ്റില്ല, പുലിക്കുട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കറിയാം ഈ ജനം TV നടത്തിയ ഡിബേറ്റ്, ജനങ്ങളുടെ സംവാദ പരിപാടി, ആ പരിപാടിക്കിടയിൽ അനിൽ നമ്പ്യാർ അടക്കമുള്ള സംഘി ചായവുള്ള സംഘികളോട് വലിയ രീതിയിൽ അടുപ്പമുള്ള ആളുകൾ, ആ ചാനലിൻ്റെ അവതാരകരായിട്ടുള്ള എല്ലാ ആളുകളുടെ അടുത്തും ആ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട്, നമുക്കറിയാം അത്രയും ആളുകളും സംഘപരിവാർ അല്ലെങ്കിൽ ഈ പറയുന്ന RSS അല്ലെങ്കിൽ അതേപോലെയുള്ള അവരുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അത്രയും ആളുകൾ കൂടി നിൽക്കുമ്പോൾ അവിടെ ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ വരാം, ഏതൊക്കെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം എന്നെല്ലാം മനസ്സിലാക്കിയിട്ടും അവിടെ വെച്ചിട്ട് എല്ലാം തുറന്നു പറയാൻ കാണിച്ച ഒരു ചങ്കൂറ്റം, ആ പെൺകുട്ടി ആ ചങ്കൂറ്റം കാണിച്ച് അവിടെ നിന്നെല്ലാം പറയുമ്പോഴും ആ പെൺകുട്ടി പറയുന്നതിന് തിരിച്ച് മറുപടി കൊടുക്കാനില്ലാതെ നിന്നുപോയി. ആ ജനം TV-യിലുള്ള ആളുകളടക്കമുള്ള അവരുടെ BJP-യിലുള്ള മറ്റ് പല ആളുകളടക്കമുള്ള വലിയ മുതിർന്ന നേതാക്കന്മാർ വരെയും ഒന്നും പറയാനില്ല നിന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, പുലിമടയിൽ അല്ലെങ്കിൽ അവരുടെ ആ മടയിൽ കയറി ചെന്നുകൊണ്ട് തന്നെ ഈ പുലിക്കുട്ടി ഇങ്ങനെ ഒരു സാഹസം കാണിച്ചു അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളത്.
ഇപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തോടു കൂടി ആ പെൺകുട്ടിയുടെ റീച്ച് അല്ലെ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത വളരെയധികം കൂടിയിട്ടുണ്ട്. ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിലും അത്രമാത്രം വ്യക്തതയും അല്ലെങ്കിൽ അതിൻ്റെ അത്രമാത്രം വസ്തുതാപരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി വീഡിയോ കണ്ടു നോക്കാം. ഞാൻ എത്തി നിൽക്കുന്നത് ഗുജറാത്തിലാണ്. ഈ സ്കൂളിൽ ആകെ 2 അധ്യാപകരാണുള്ളത്. വൃത്തിയുടെ കാര്യത്തിലും സ്കൂൾ വളരെ പുറകോട്ടായിരുന്നു. അധ്യാപകർ പോലുമില്ലാത്ത സ്കൂളുകളിൽ നാട്ടുകാർ കാവലുണ്ട് എന്ന വിശ്വാസത്തിലായിരിക്കും ഇവരുടെ മാതാപിതാക്കൾ ഇവരെ ഇവിടെ പറഞ്ഞയക്കുന്നത്. സ്കൂൾ പഠിത വർഷങ്ങളായി പെൻഷൻ ടെസ്റ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തെങ്കിലും ഇതുവരെ സാക്ഷനായിട്ടില്ല. കുട്ടികൾ ഇപ്പോഴും നിലത്തിരുന്ന് തന്നെയാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളത്തോളം മികച്ചതായി മറ്റൊരു സംസ്ഥാനമില്ലെന്ന് തോന്നാറുണ്ട്. വിദ്യാഭ്യാസം ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. എനിക്കറിയാം. എല്ലാം ചെയ്തിട്ട്, അതായത് കേരളം എല്ലാം ചെയ്തതിന് ശേഷം വന്നിട്ട് പിന്നീട് കുറച്ച് ടീംസ് വരും. വന്നിട്ട് അവർ പറയുന്നതാണ് എല്ലാം ചെയ്തത് ഞങ്ങളാണ്, ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാം നടന്നത് എന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ശരിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും ആരും ആരുടെയും കാശ് കൊണ്ടല്ല, സ്വന്തം കാശ് കൊണ്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. പൊതുഖജനാവിൽ നിന്ന് സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന നികുതി പണത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് വന്നിട്ട് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ചെയ്തത്, കേരള ഗവൺമെൻറ്റാണ് ചെയ്തത്, സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ്റാണ് ചെയ്തത്. ഇതൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? എല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നികുതി പണം കൊണ്ട്, അതിൻ്റെ ഒരു വിഹിതം കൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളും അവരുടെ വീടുകളിൽ നിന്ന് ഒരു സാധനം കൊണ്ട് ചെയ്യുന്നില്ല. ഈവൻ പിണറായി വിജയൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ചെയ്യുന്നത് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടുംബസ്വത്ത് കൊണ്ടൊന്നും അല്ല. ഇനി നരേന്ദ്രമോദി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയും അങ്ങനെയല്ല. ഒരാളും ചെയ്യുന്ന അവരുടെ സ്വത്തിൽ വിറ്റിട്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ടൊന്നും അല്ല. എല്ലാം പൊതുഖജനാവിൽ നിന്നുള്ള പണം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വലിയ രീതിയിൽ വന്നിട്ട് മെഴുകേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആവശ്യകതയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലാതെ കേരളം അങ്ങ് ഗുജറാത്ത് യുപിയും പോലെയൊക്കെ ആക്കാനായിട്ട് ശ്രമിച്ചതല്ല. അങ്ങനെ ആകാൻ കാരണമായത് നമ്മുടെ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷവും അല്ല, ഈ പറയുന്ന BJP ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള അങ്ങനത്തെ ഒരു വൃത്തികെട്ട ചിന്താഗതി നമുക്കില്ല. ബാക്കിയായിട്ട് നോക്കാം. ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നു, എന്നാൽ ഈ പറഞ്ഞ കഴിവുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ വികസനം ചെയ്തുകൂടെ? മോദിജിയുടെ ഗുജറാത്തിൽ ചെയ്യാത്ത വികസനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. പിന്നെ മെട്രോ എന്നത് ഒരു ഭരണഘടനാപരമായ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു ഫലമാണ്. അതിനെ NDAയുടെ പാർട്ടി ബ്രാൻഡാക്കി മാറ്റുന്നത് യാഥാർത്ഥ്യത്തിൽ വികസനത്തെ തട്ടിയെടുക്കലാണ്. പദ്ധതി നടപ്പാക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് കേരളമാണ്. അപ്പോൾ ക്രെഡിറ്റ് മാത്രം എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ആർട്ടിക്കിൾ 246 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്. സോ ആർട്ടിക്കിൾ 253 പറയുന്നത് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിനെ കുറിച്ചാണ്. അതായത് മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വായ്പകൾ നൽകിയിട്ടുള്ള ഏജൻസികളാണ് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും. ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ലോൺ എഗ്രിമെന്റ്സ് ആർട്ടിക്കിൾ 253 പ്രകാരം കേന്ദ്രം കൈകാര്യം ചെയ്യുന്നു. അതായത് അന്താരാഷ്ട്ര വായ്പകൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണ്. ആർട്ടിക്കിൾ 293 സംസ്ഥാന സർക്കാരുകളുടെ വായ്പകൾ എടുക്കുന്നതിനുള്ള അധികാരവും അതിന്റെ നിയന്ത്രണവും വ്യക്തമാക്കിയിട്ടുള്ള വ്യവസ്ഥയാണ്. ഇത് പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധത്തിന്റെ, അതായത് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ നിർണായക ഘടകമാണ്. ആർട്ടിക്കിൾ 293 ക്ലോസ് 3 കേന്ദ്രത്തിന്റെ അനുമതി നിർബന്ധിത ഘടകമാണെന്ന് വ്യക്തമാക്കുന്നു. വിദേശ വായ്പകൾ പോലുള്ള വലിയ ധനകാര്യ ഇടപാടുകൾ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി നേരിട്ട് ചെയ്യാൻ കഴിയില്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി, കൺസെന്റ് നിർബന്ധമാണ്. സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഫോറിൻ ലോൺ എടുക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരമില്ല. കേന്ദ്രം ഒപ്പിടാതെ ലോൺ വരില്ല. സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കാതെ ഒരു പദ്ധതിയും നടപ്പാകില്ല. ഇതൊരു ഓൺ ലെൻഡിംഗ് മെക്കാനിസമാണ്. അത് NDA അല്ല, ഏതു പാർട്ടി ഇന്ത്യ ഭരിച്ചാലും ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്, നോട്ട് എ സെൽഫ് ഇനിഷ്യേറ്റഡ് അച്ചീവ്മെന്റ്. തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഒരുപാടൊന്നും വേണ്ട, ലേശ ഉളുപ്പ്. എൻ്റെ പൊന്നെ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പെൺകുട്ടിയോടെ പറയുന്നത്. അതായത് കേന്ദ്രം എന്തെങ്കിലും ചെയ്തു തന്നെങ്കിൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല പറയുന്നത്. കേരളം എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് കേരളത്തിന് അത് മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്രൂവൽ കിട്ടേണ്ടത് എവിടെ നിന്നാണ്? കേന്ദ്രത്തിൻ്റെ സൈഡിൽ നിന്നാണ്. അതാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരിടത്ത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ വലതുപക്ഷ സർക്കാർ ഏത് ആളും ആയിക്കോട്ടെ, ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന ആൾ ആരും ആയിക്കോട്ടെ, അവർക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അപ്രൂവൽ വേണം. എവിടെ നിന്നാണ്? കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതിന് അപ്രൂവൽ അയക്കുന്നത് ആരാണ്? കേരള ഗവൺമെൻറ് ആണ്. ഇതെല്ലാം അപ്രൂവലും എടുത്ത് എല്ലാം ചെയ്തതിന് ശേഷവും പിന്നീട് വന്നിട്ട് ആ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്ന ആളുകളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ലജ്ജാകരമാണ്, അല്ല ലജ്ജാവഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കുന്ന ആളുകളാണ് കേരള ഗവൺമെൻറ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും ഇത് പറയുമ്പോൾ ആ പെൺകുട്ടി തന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ദൈവമേ എൻ്റെ കൂടെയുള്ള ആളുകളാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്, ഇനി കേരള ഗവൺമെൻറ്റിനെ ഞാൻ വെറുതെ പറയേണ്ട ആവശ്യമുണ്ട്. എന്നാലും ഒരു ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പഴിചാരിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കണം ആ രീതിയിൽ പറയുന്നത്. പക്ഷെ അതിന് കറക്റ്റായിട്ട് ക്ലിയർ കട്ടായിട്ട് നീനു എന്ന് പറയുന്ന ആ പെൺകുട്ടി മറുപടി നൽകുന്നുണ്ട്.
ഇതിൽ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടത് സ്നേഹ ശ്രീകുമാർ സിനിമാ രംഗത്തും സീരിയലിലും അതേപോലെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം, അല്ല ആ ഒരു ചേച്ചി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലേശ ഉളുപ്പ് കുട്ടി ആരോ തോന്നിയതൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. KSRTCയുടെ ഫുൾ ഫോം പോലും പറഞ്ഞു കൊടുക്കാമായിരുന്നു. NDA സ്ഥാനാർത്ഥി ആതിര D നായരെ പരിഹസിച്ച് സ്നേഹ ശ്രീകുമാർ. ഏറ്റുമാനൂരിലെ BJP പിന്തുണയോടെ മത്സരിക്കുന്ന 2020 സ്ഥാനാർത്ഥി ആതിര D നായരെ പരിഹസിച്ച് അഭിനേത്രി സ്നേഹ ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണത്. അപ്പം അങ്ങനെ ഈ പെൺകുട്ടി എന്തോ ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് സ്നേഹ എന്ന് പറയുന്ന ആ ഒരു ചേച്ചി, അല്ലെങ്കിൽ സ്നേഹ എന്ന് പറയുന്ന ആള് ഈ ഒരു കാര്യങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ അവരെടുത്ത് പറയുന്നത് ഇങ്ങനെ ഈ എന്താ പറയുക, KSRTCയുടെ ഫുൾ ഫോം പോലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടേ വിടാൻ പാടുള്ളായിരുന്നു. അതുപോലെ ഈ പാവം പിടിച്ച പെൺകുട്ടിക്ക് അറിയില്ല, എന്തൊക്കെയോ വിടുവായത്തരം വന്നിട്ട് പറയുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, മെട്രോ വന്നു, മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വന്നു, സ്കൂളുകൾ മെച്ചപ്പെട്ടു, അവിടെ മറ്റുള്ള ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്നും കേരള ഗവൺമെൻറ് ഇതിലുള്ള ഇടപെടലുകൾ എന്താണെന്നും എന്താണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കുമ്മലടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളെടുത്തോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നടന്നതുപോലെ പറഞ്ഞിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇതിനേക്കാളും കുറച്ചുകൂടി വാല്യൂ ഉണ്ട് ആ ഒരു കാര്യങ്ങൾക്ക്. എന്നാൽ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സംഖ്യകളുടെ അന്നനാളത്തിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് ഈ പെൺപുലി വീണ്ടും വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.